മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രം വളരെ രസകരമായി, ഒരുപക്ഷെ ആർക്കും ഇങ്ങനൊരു പത്രത്തെക്കുറിച്ച് ഫ്രണ്ട് പേജ് ചിന്തിക്കാൻ സാധിക്കില്ല. വളരെ സന്തോഷം തോന്നി. അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞിട്ടാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ കാലം മുമ്പ് വരെ മാതൃഭൂമി പത്രങ്ങളും മറ്റു പത്രങ്ങളും ഇലക്ട്രോണിക് മീഡിയയുമെല്ലാം ഏതോ തരത്തില് മുൻവിധിയോടുകൂടി ചിലരെ അനുകൂലിക്കുക, ചിലരെ എതിർക്കുക, സത്യം തമസ്കരിക്കുക, ഇല്ലാത്തത് എക്സാജറേറ്റ് ചെയ്ത് ചില അക്ഷരങ്ങളും വാക്കുകളും ട്വിസ്റ്റ് ചെയ്തിട്ട് വിവരിക്കുക, ഇതെല്ലാം ചെയ്തിരുന്നു. പക്ഷേ നിറഞ്ഞ ഹൃദയത്തോടുകൂടി പറയുന്നു, മാധ്യമ സ്വാതന്ത്ര്യ ദിനം മാതൃഭൂമി എന്ന പത്രം എൻ്റെ ഹൃദയത്തിലേറ്റ പത്രം. എൻ്റെ കുടുംബാംഗങ്ങൾ 90 വർഷമായിട്ട് മാതൃഭൂമി തുടങ്ങിയ കാലം മുതൽക്ക് എൻ്റെ അച്ഛൻ നാരായണൻ ഭ്രാന്തിരിയും എഴുതാനും വായിക്കാനും വലുതായിട്ടൊന്നും അറിയാത്ത അമ്മ, അവര് വായിച്ചിരുന്ന ഇതാണ്. ഇത്രയും കാലം മാതൃഭൂമി തന്നെയാണ്. ആ മാതൃഭൂമി പത്രം, മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ ചാനല്, പിന്നെ മറ്റു പത്രങ്ങൾ, മലയാള മനോരമയും ചാനലും എല്ലാം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് സത്യം പറയാൻ തീരുമാനിച്ചിറങ്ങിയതുപോലെ കാണുന്നു. ആർക്കിഷ്ടപ്പെടുന്നോ ആർക്കിഷ്ടപ്പെടുന്നില്ലയോ ഇതൊക്കെ സെക്കൻഡറിയാണ്. പക്ഷെ ജനത സത്യമറിയാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാർട്ടി പത്രങ്ങളെ ആയാലുള്ള അവസ്ഥ എന്താ? ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഒരു മതത്തിന് വേണ്ടിയിട്ട്, ഒരു ജാതിക്ക് വേണ്ടിയിട്ട്, ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പത്രം, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചോട്ടെ, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പത്രമായാൽ അതിനെ എങ്ങനെയാ ജനത വിശ്വസിക്കുക? ഒരുപക്ഷെ ജനങ്ങൾ ആ പത്രം മറ്റുള്ളവരെ ഫോഴ്സ്ഫുള്ളി വാങ്ങിക്കാൻ നിർബന്ധിപ്പിച്ചാൽ ഒരുപക്ഷെ വാങ്ങിച്ചു എന്ന് വരും, ഭയം കൊണ്ട് വാങ്ങിച്ചു എന്ന് വരും, വായിച്ചു എന്ന് വരില്ല. പക്ഷേ മാതൃഭൂമിയെ പോലെയുള്ളവര് സത്യസന്ധമായിട്ട്, ഇന്നലത്തെ പത്രത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആ പച്ചയ്ക്ക് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്, അതൊരു ദിവസം വായിക്കാം. നന്നായിട്ട്, ഒരു മതത്തിനോടും പ്രതിപത്തിയില്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകതയില്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ളത്. നന്മകൾ ആരും ചെയ്യുകയാണെങ്കിലും പറയാം, തിന്മകൾ ആരും ചെയ്യുകയാണെങ്കിലും അറിയിക്കാം. അത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. എല്ലാ വാർത്തയ്ക്കും മധുരമുള്ള വാർത്തയുണ്ട്, എരിവുള്ള വാർത്തയുണ്ട്, പുളിയുള്ള വാർത്തയുണ്ട്, ചവർപ്പുള്ള വാർത്തയുണ്ട്, കയ്പുള്ള വാർത്തയുണ്ട്. ഇതെല്ലാം ഭക്ഷണത്തിലും ഉണ്ട്, ഇതെല്ലാം പാട്ടുകളിലും സിനിമകളിലും ഉണ്ട്. പാവയ്ക്ക ഭക്ഷണത്തിന്റെ ഭാഗമാണ്, കയ്പാണ്. പിക്കിള് ഭക്ഷണത്തിന്റെ ഭാഗമാണ്, എരിവാണ്. അതിൽ തന്നെ ഉപ്പുണ്ട്. ചായ വെള്ളം ചവർപ്പാണ്, പക്ഷെ അത് ഭക്ഷണത്തിന്റെ ഭാഗമാണ്. പായസം മധുരാണ്, ഭക്ഷണത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഒരു പത്രം ഒരു സദ്യയാണ്. വൈവിധ്യമാർന്ന വാർത്തകൾ സത്യസന്ധമായിട്ട് കൊടുക്കാം. ഈ ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നിലും വിഷമില്ല. ടേസ്റ്റ് വ്യത്യാസമുണ്ടെങ്കിലും കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. കേട്ടാൽ മനസ്സിന് നന്നായിരിക്കണം ഈ വാർത്തകൾ. മാതൃഭൂമി അത് ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയുടെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഓരോ വർഷവും മാതൃഭൂമിയിൽ വരുന്ന നല്ല വാർത്തകൾ ഒരു പുസ്തകമായിട്ട് ഇറക്കാം. അല്ലെങ്കിൽ ഇന്നലത്തെ മാതൃഭൂമി ഇന്നലത്തോടുകൂടി തീർന്നു, ഇന്ന് അതൊരു പക്ഷെ ആരും മറച്ചു നോക്കിയെന്ന് വരില്ല. അത്രയും ധന്യമായിട്ട് മാതൃഭൂമിയുടെ 90ാം പിറന്നാള് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തില് മാതൃഭൂമി പത്രത്തിലും മാതൃഭൂമി ചാനലിലും വരുന്ന ധന്യമായിട്ടുള്ള വാർത്തകൾ, അൺബയസ്ഡ്. പണ്ട് മാതൃഭൂമി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പലപ്പോഴും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്ന മാതിരി തോന്നാറുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് മാതൃഭൂമി കോൺഗ്രസ്സുകാരുടെ തെറ്റ്, BJP-കാരുടെ തെറ്റ്, RSSകാരുടെ തെറ്റ്, CPM-കാരുടെ തെറ്റ് പറയുക, അവർ തന്നെ ചെയ്യുന്ന നല്ലത് അതേ തിളക്കത്തിൽ പറയാം. അപ്പോ മാതൃഭൂമിയുടെ 90ാം പിറന്നാളാണെന്ന് തോന്നുന്നു. ആ വരിയിൽ മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്
തന്നിരിക്കുന്ന ആ ലേഖനത്തില് മെസ്സേജില് ധന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാനലിലെയും പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രം നമ്മുടേതാണ്. ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെതുമാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെതാണ്. ഇവിടുത്തെ ഈശ്വരവിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയാണ്. ഇവിടെ സൗദി അറേബ്യ എന്ന് വന്നവരാരുമില്ല, ഇവിടെ യെരുശലേമിൽ നിന്ന് വന്നവരാരുമില്ല, ഇവിടെ റഷ്യയിൽ നിന്ന് വന്നവരാരുമില്ല, ഇവിടെ ചൈനയിൽ നിന്ന് വന്നവരാരുമില്ല. ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ നിലനിന്ന് ഇവിടെ തന്നെ മരിക്കുന്നവരാണ്. അവർ വിദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വിദേശ ചിന്താധാരകളെ നെഗറ്റീവായിട്ട് ഈ രാഷ്ട്രത്തിന് ഉപയോഗിക്കുകയും ചെയ്ത് ഇവിടെ ഉള്ള ചിലരോടുള്ള പ്രതിഷേധം തീർക്കാൻ രാഷ്ട്രത്തോടും ധർമ്മത്തോടുമുള്ള പ്രതിഷേധം ഊതി വീർപ്പിച്ച ബുദ്ധിജീവികളെ പോലെയും ശാസ്ത്രജ്ഞന്മാരെ പോലെയും ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നതിനെതിരെ പ്രതികരിക്കാൻ 10-25 ലക്ഷത്തോളം സർക്കുലേഷനുള്ള ABC അനുസരിച്ചിട്ട്, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ അനുസരിച്ച് മാതൃഭൂമി 6.6 തോന്നുന്നു. 6.6 ആണെങ്കിൽ 25 ലക്ഷം × 6.6 എത്ര ജനങ്ങളിലാണ് മാതൃഭൂമി എത്തുന്നത്? വളരെ ഗംഭീരമായിട്ട് എത്തുന്നു. ഒരിക്കൽ ഒരു വലിയ പ്രഭാഷണത്തിൽ ഞാൻ അത്ഭുതത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്നു, മാതൃഭൂമി മനോരമയും ഇന്ത്യൻ എക്സ്പ്രസും ജന്മഭൂമിയും എല്ലാം കൊടുത്തു. മാതൃഭൂമി എനിക്ക് ആ അമ്പലപ്പുഴയിൽ നടന്ന എൻ്റെ പ്രഭാഷണം, ഭഗവത്ഗീതയെക്കുറിച്ച് നടന്ന പ്രഭാഷണം, അവിടെ ഉണ്ടായിരുന്ന ഒരു 7000-8000 പേരാ കേട്ടത്. പക്ഷെ മാതൃഭൂമിയിലൂടെ അത് ആലപ്പുഴ എഡീഷനിൽ ഒരു 2 ലക്ഷത്തോളം പേരെത്തി. മിനിമം 2 ലക്ഷത്തോളം പേരിലെത്തി കാണും, അത് അല്ലെങ്കിൽ 2.5 ലക്ഷത്തോളം പേരിലെത്തി കാണും. എത്ര ധന്യമായിട്ട് ഭഗവത്ഗീത എന്ന 51.5 നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഗ്രന്ഥത്തെക്കുറിച്ച് വസ്തുതാപരമായിട്ട് പറഞ്ഞത് ജനങ്ങളിൽ എത്തിക്കാൻ ഈ പത്രത്തിന് സാധിച്ചു. പ്രണാമമുണ്ട്, പ്രണാമമുണ്ട്. എന്നും ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട് ജീവിക്കേണ്ട, ഒരു സംഘടനയ്ക്കും വേണ്ടി ജീവിക്കേണ്ട, ഒരു പ്രസ്ഥാനത്തിനും വേണ്ടി ജീവിക്കേണ്ട, രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ധർമ്മത്തിനും വേണ്ടി നിലനിൽക്കട്ടെ മാതൃഭൂമി. മാതൃഭൂമി രാഷ്ട്രത്തിനും ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി നിലനിൽക്കട്ടെ. സത്യം, ധർമ്മം, നീതി, ന്യായം, ഈ 4 എണ്ണമാണ് മാതൃഭൂമി എന്ന വാഹനത്തിന്റെ 4 ചക്രം, അല്ലെങ്കിൽ മാതൃഭൂമി എന്ന സൗധത്തിന്റെ 4 തൂണുകൾ. ഇത് തന്നെ മറ്റു പത്രങ്ങളുമുണ്ട്. ഞാൻ ഇത് മാതൃഭൂമി വരുത്തുന്നത് കൊണ്ടും ഇത് വായിച്ചത് കൊണ്ടും ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോ ധന്യമായിട്ട് ഗംഭീരമായിട്ട് എല്ലാ സത്യം വിളിച്ചു പറയാൻ ചങ്കൂറ്റത്തോടുകൂടി ഏത് പാർട്ടിയും പാർട്ടി പ്രവർത്തകനും മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ചെയ്യുന്ന തെറ്റ് തന്നെയാണെന്ന് പറയുകയും അതിൻ്റെ ഗുണദോഷങ്ങൾ, നേരത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട് പത്രവാർത്തയിലെങ്കിൽ പിന്നീട് അത് തിരുത്തുകയും കൂടി ചെയ്യുന്ന വലിയ മനസ്സ്, അതാണ് സത്യം. തെറ്റുപറ്റാത്ത സ്ഥാപനങ്ങളില്ല, പ്രസ്ഥാനങ്ങളില്ല, സംഘടനകളില്ല, വ്യക്തികളില്ല, കുടുംബങ്ങളില്ല. അത് തിരുത്താനുള്ള ഒരു മനസ്സ്, അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് പത്രധർമ്മം. ഒരു പക്ഷേ ജേർണലിസത്തിൽ നല്ല രീതിയിൽ ഡിഗ്രി എടുക്കാനും പഠിച്ച് വളരെ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവാനും ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിലും പറയുന്നു, മാതൃഭൂമിയുടെ വാക്കുകളും വരികളും ടൈറ്റിലുകളും ബോക്സിൽ കൊടുക്കേണ്ടത് ബോക്സും എല്ലാം ധന്യമായിട്ട് വാർത്തകൾക്ക് ഒരു ക്ഷാമവുമില്ലാത്ത കേരളത്തിൽ ഓരോ ദിവസവും വാർത്തയുണ്ടാക്കിയിട്ട് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വാർത്തകളുടെ വസ്തുതകൾ പ്രസന്റ് ചെയ്യാൻ മാതൃഭൂമി കാണിക്കുന്ന ഈ ധന്യമായിട്ടുള്ള യജ്ഞത്തിൽ 90ാം പിറന്നാളിലും ആ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജ് ഇത്രയും മഷി ചെലവഴിച്ച് അതിനെ തമസ്കരിച്ച രീതിയിൽ പ്രസിദ്ധീകരിച്ചതും, പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കുറേ ദിവസം എഡിറ്റോറിയൽ തന്നെ എഴുതിയില്ല. എഡിറ്റോറിയൽ പേജ് ബ്ലാങ്ക് ഇട്ടു. പേജ് ബ്ലാങ്ക് ഇട്ടു. അത് എഡിറ്റോറിയൽ എഴുതുന്നതിനേക്കാളും ഫോഴ്സ്ഫുൾ ആയിരുന്നു. പണ്ട് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അമേരിക്കക്കാർ തീരുമാനിച്ചു, അമേരിക്കയുടെ മുകളിൽ കൂടെ പോകുന്ന വിമാനങ്ങളെല്ലാം തിളങ്ങുന്ന അമേരിക്ക കാണണം. എല്ലാവരും ലൈറ്റ് ഇട്ടു രാത്രി മുഴുവനും. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതിൻ്റെ 100ാം വാർഷിക ദിനത്തിൽ അമേരിക്ക മുഴുവനും, ഒരു കോണ്ടിനെന്റ് മുഴുവനും ലൈറ്റാ. ജപ്പാൻകാരെന്ത് ചെയ്തു? ആ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച 100ാം വാർഷികം കണ്ടുപിടിച്ച ടൈമിൽ 10 മിനിറ്റ് ജപ്പാനിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഒറ്റ ലൈറ്റും ഇല്ല. അപ്പോഴാണ് ജനതയ്ക്ക് ഇലക്ട്രിസിറ്റിയുടെ മഹത്വം മനസ്സിലായത്. മറ്റേത് ആഡംബരവും, ഇത് മഹത്വം കാണിക്കലും. ആ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തപ്പോൾ 10 മിനിറ്റ് എന്താ ജനങ്ങൾ അനുഭവിച്ച വേദന ശരിക്കും മനസ്സിലായി.
ഇവിടെയും ഈ പത്രത്തിൽ ഇങ്ങനെ മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്തപ്പോൾ അതിലെന്താ അകത്തുള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷ ധന്യമായിട്ടുള്ള ആകാംക്ഷയാണ്. അത് ആ പത്രമാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് നന്നായി. ഞങ്ങൾക്ക് മാതൃഭൂമിയോട് കടപ്പാടുണ്ട്. ഞങ്ങൾ എവിടെയെല്ലാം പ്രഭാഷണം നടത്തുമ്പോഴും മാതൃഭൂമിയിലൂടെയാണ് ജനങ്ങളത് അറിയുക ഇന്നത്തെ പരിപാടി എന്നുള്ളതിൽ. ശരിക്ക് 1997 ജൂലൈ മാസം 17-ാം തീയതിയാണ് തിരുവനന്തപുരം തീർത്ഥവാദ മണ്ഡപത്തിൽ 1997 ജൂലൈ മാസം 17-ാം തീയതിയാണ് ആദ്യം തീർത്ഥവാദ മണ്ഡപത്തിൽ പ്രഭാഷണം നടത്തിയത്. ഇത് 2017 ജൂലൈ മാസം ആവാൻ പോകുന്നു. 20 വർഷവും നമ്മളുടെ പരിപാടികൾ ഇന്നത്തെ പരിപാടി എന്നുള്ള രീതിയിൽ മാതൃഭൂമി കൊടുത്തിരുന്നു. ഏതെങ്കിലും കാരണവശാൽ അവിടെ എത്തിക്കാൻ വൈകിയാൽ മാതൃഭൂമിയിൽ വന്നില്ലെങ്കിൽ അന്ന് പ്രഭാഷണം കേൾക്കാൻ സാധാരണ ഉണ്ടാവുന്നതിൽ 1/3 ഭാഗമേ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ 2/1 ഭാഗമേ ഉണ്ടാവാറുള്ളൂ. മാതൃഭൂമിയിൽ വന്നില്ലല്ലോ എന്നാ പറയാം. സന്തോഷമുണ്ട് മാതൃഭൂമിയിലെ എല്ലാ പ്രവർത്തകർക്കും. പിന്നെ മാതൃഭൂമിയോട് ഒരു വലിയ അക്നോളജ്മെന്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് അടിച്ച് കലക്കി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രഭാഷണം കഴിഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് മുമ്പ് മാതൃഭൂമിയിലെ കോഴിക്കോട് ഡിവിഷനിലെ ഒരു എഞ്ചിനീയർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാരായണൻ എന്നാണ് പേരെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഞാൻ മാതൃഭൂമി കോഴിക്കോട് ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറാണ്. അങ്ങയുടെ പ്രഭാഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സദസ്സിൽ കയറി, സ്റ്റേജിൽ കയറി ഈ മോതിരം അദ്ദേഹം എനിക്ക് തന്നതാണ്. സ്വർണത്തിൻ്റെ മോതിരം അദ്ദേഹം സ്റ്റേജിൽ കയറി തന്നതാണ്. അത് ഞാൻ ഒരിക്കലും താഴത്തേക്ക് ഊരി വെച്ചിട്ടില്ല. മാതൃഭൂമിയുടെ സ്മരണയായിട്ട് കോഴിക്കോട് ഡിവിഷനിലെ ഒരു എഞ്ചിനീയർ സ്റ്റേജിൽ കയറി വന്ന് സദസ്സിൻ്റെ മുമ്പിൽ പ്രഭാഷണം ഇഷ്ടപ്പെട്ടതിന് തന്നത് ഇന്ന് ഞാൻ മനസ്സിൽ നിറച്ചു വയ്ക്കുന്നു. പ്രണാമം, നമസ്കാരം.